ഇടതുപക്ഷത്തിന്റെ അവസാനത്തിന്റെ ആരംഭം എന്ന കെ മുരളീധരൻ. അതേസമയം DGPയുടെ റിപ്പോർട്ടിൽ P ശശി വെള്ളം ചേർത്തെന്നും കെ മുരളീധരൻ ആരോപിച്ചു. ഇല്ലെങ്കിൽ ഇതിലും വലിയ നടപടി എടുക്കണമായിരുന്നു. നിയമസഭാ സമ്മേളനം കഴിയുമ്പോൾ ADGPക്കെതിരായ നടപടി പിൻവലിക്കും എന്നും കെ മുരളീധരൻ ആരോപിച്ചു. ബിനോയ് സ്റ്റേറ്റ്മെന്റ് കണ്ടു. ഈ തീരുമാനം ഇടതുപക്ഷത്തിന്റെ വിധിയാണ്. ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തിന്റെ അന്ത്യകൂദാശ നൽകുന്ന തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത്. അജിത് കുമാറിന് സസ്പെൻഷൻ ഇല്ല. അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള അന്വേഷണത്തിൽ DGPയുടെ റിപ്പോർട്ടാണ് ഇന്ന് കാലത്ത് ക്ലിഫ് ഹൗസിൽ യോഗം വിളിച്ച് ആ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തത്. ഇന്ന് കാലത്ത് യോഗം കൂടിയപ്പോൾ എല്ലാവരും പറഞ്ഞ എന്താ ഇപ്പോൾ ആക്ഷൻ വരുന്നത്. ശശീൻ്റെ സാന്നിധ്യം കണ്ടപ്പോഴേ ഞങ്ങൾ പറഞ്ഞു ഇത് DGPയുടെ റിപ്പോർട്ടിൽ വെള്ളം ചേർക്കാനുള്ള. അത് വെള്ളം ചേർത്തു. കാരണം DGPയുടെ റിപ്പോർട്ട് വസ്തുനിഷ്ഠമായി നടപ്പാക്കിയാൽ അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണം. ഏതായാലും ഇടതുപക്ഷ മുന്നണിയുടെ അവസാനത്തിൻ്റെ ആരംഭമാണ് ഇന്നത്തെ തീരുമാനം. അത്രേ പറയുന്നുള്ളൂ. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ അസംബ്ലി സമ്മേളനം കഴിഞ്ഞാൽ അടുത്ത ദിവസം അജിത് കുമാറിന് ലോ ആൻഡ് ഓർഡർ തിരിച്ചു കൊടുക്കും. വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ തുടരുന്നുണ്ട്. അമൽ, കെ മുരളീധരൻ അടക്കം ഉറപ്പിച്ചു പറയുന്നു നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ശേഷം വീണ്ടും അതേ സ്ഥാനത്തേക്ക് തിരികെ കൊണ്ടുവരും. ഇത് ആരോപണങ്ങളിൽ നിന്നും ഒന്ന് ചെറിയ ആശ്വാസം കിട്ടാനുള്ള നടപടി മാത്രമായിരുന്നു എന്നാണ്. ഒരുപക്ഷെ CPIക്കും ഒക്കെ ഇത് തന്നെയായിരിക്കും പറയാനുണ്ടാവുക. ഒരു സസ്പെൻഷനാണ് എല്ലാവരും കരുതിയിരുന്നതും ആവശ്യപ്പെട്ടതും. പക്ഷെ അതുണ്ടായില്ല. അതുണ്ടാകില്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. കാരണം മുഖ്യമന്ത്രി ഇത്രയധികം സംരക്ഷണം ഒരുക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വേഗത്തിൽ സർവീസിൽ നിന്നും മാറ്റി നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയത് തന്നെ വലിയ കാര്യം എന്നുള്ള തരത്തിലാണ് കാണുന്നത്. കാരണം ഇത്തരം അന്വേഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അവിടെ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥതല വീഴ്ച, അതോടൊപ്പം തന്നെ അവിടുത്തെ കുറ്റകൃത്യങ്ങൾ, അതോടൊപ്പം ADGPക്കുണ്ടായ വീഴ്ച അടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. DGPയും അതോടൊപ്പം H വെങ്കടേഷും മനോജ് എബ്രഹാമും അടക്കമുള്ള ആളുകളാണ് അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്നത്. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ പോലും ആ അന്വേഷണം നടക്കുമ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഈ നാട്ടിലെ ഓരോ ആളുകളുടെയും സ്വത്തിനും ജീവനും സുരക്ഷ ഒരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ക്രമസമാധാന ചുമതല വഹിക്കുന്ന പോലീസുകാരുടെ തലപ്പത്തിരിക്കുന്നത് ADGP MR അജിത് കുമാറാണ് എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിമർശനമായി വന്നിരുന്നത്. ആ സ്ഥാനത്ത് നിന്നെങ്കിലും മാറ്റി നിർത്തി അന്വേഷണം നടത്തണം എന്ന് പറയുമ്പോൾ ആ അന്വേഷണം നടത്താൻ തയ്യാറായില്ല. ഇത് മാത്രമല്ല, തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ റിപ്പോർട്ട് സമർപ്പിച്ചത് തൃശ്ശൂർ പൂരം കലക്കലിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്ന് PV അൻവർ അടക്കം കെ മുരളീധരൻ അടക്കമുള്ളവർ ആരോപണം ഉന്നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാർ തന്നെയായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിരോധാഭാസം. ഇപ്പോഴെന്തായാലും അജിത് കുമാറിനെ ആ ക്രമസമാധാന ചുമതല എന്ന് പറയുന്ന സ്ഥാനത്ത് നിന്നെങ്കിലും മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടുണ്ട് എങ്കിൽ അതിന് പിന്നിൽ വലിയ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും CPI അടക്കം RJD അടക്കമുള്ള മുന്നണിക്കകത്തു നിന്നുള്ള ഘടകകക്ഷികൾ നിരന്തരമായി ഇത്തരം ആവശ്യം ഉന്നയിക്കുകയും അതിന് സമയപരിധി വെച്ചുകൊണ്ടുള്ള ആവശ്യം ഉന്നയിക്കുക വരെ ചെയ്തു. പക്ഷേ ആ സമയപരിധി ഒന്നും അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ കൂടി ഒരു റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം ഇന്നലത്തെ കൃത്യസമയം ഞാൻ മറന്നുപോയി, ഒരു 12 മണിയോട് അടുപ്പിച്ചുള്ള സമയത്താണ് എന്ന് കരുതുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു വാർത്താക്കുറിപ്പ് ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആദ്യം P ശശി എത്തുന്നു, അതോടൊപ്പം തന്നെ KK രാഗേഷ് അടക്കമുള്ളവരെത്തി അവിടെ ചില ചർച്ചകളും കൂടിക്കാഴ്ചകളും ഒക്കെ നടത്തുന്നു എന്നൊരു വാർത്ത നൽകി തൊട്ട് പിന്നാലെ ഒരു ചർച്ചയും നടക്കുന്നില്ല ADGPയെ മാറ്റാൻ എന്നുള്ള തരത്തിൽ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. അതായത് നമ്മൾ കൊടുത്തിരുന്ന വാർത്ത ADGPക്കെതിരെ നടപടി ഉണ്ടാകും, അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നുള്ള തരത്തിൽ ചില മാധ്യമപ്രവർത്തകരെല്ലാം എത്തി വാർത്തകൾ നൽകിക്കൊണ്ടിരിക്കുന്നതിനിടെ പ്രകോപനമുണ്ടായി എന്നുള്ള തരത്തിലൊരു വാർത്താക്കുറിപ്പ് അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയും ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു തീരുമാനത്തിലേക്കാണോ സർക്കാർ പോകുന്നത്? ഈ പറയുന്ന CPIയുടെ സമ്മർദ്ദത്തിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന സമ്മർദ്ദത്തിനും RJDയുടെ സമ്മർദ്ദത്തിനൊന്നും വഴങ്ങാതെ സർക്കാർ അങ്ങ് പോകാനാണോ തീരുമാനം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് പോലെ ഒരു റിപ്പോർട്ടൊക്കെ വന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം ഒരുപക്ഷെ എന്തായാലും നടപടിയിലേക്ക് പോയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്തിന് ഇപ്പോൾ ഏതായാലും അങ്ങനെ ഒരു നടപടിയിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് പറയേണ്ടത്. ആ നടപടി എന്ത് എന്ന് ചോദിച്ചാൽ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി എന്നല്ലാതെ ആ സ്ഥാനത്ത് നിന്ന് സസ്പെൻഷൻ എന്ന ഒരു രീതിയിലേക്കൊന്നും പോയിട്ടില്ല. ആ ഉത്തരവ് വന്നിട്ടില്ല. ഉത്തരവിൽ എന്തിനാണ് മാറ്റി നിർത്തിയത് എന്നതും വ്യക്തമല്ല.